പള്ളി കയറുമല്ലടാ. നീ കരയാതിരിക്കുക സാവിത്രി. ഓനെ നമുക്കറിയാവുന്നതല്ലേ. പള്ളി കയറിയെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക ഇതല്ല കൂത്ത്. സൈനുത്ത, നിങ്ങൾക്കറിയാവുന്നതല്ലേ അവനെ. രാവിലെ ഓടാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പെട്ടെന്ന് വീണിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ വിഷമിക്കാതിരിക്കെ. പോലീസ് കൊണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ വാവച്ചേട്ടൻ. ഇനി എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേസ് വേറെയാ. അവസാനം കയ്യിൽ നിൽക്കൂല. അവന് പള്ളി തന്നെ വേണമായിരുന്നു. ഓട്ടത്തിനിടയിൽ രണ്ടിന് പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. എടി മോളെ, കുഞ്ഞോളെ, നമുക്കും അറിയാവുന്നതല്ലേ. അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ടേ പോവും. നിങ്ങളും കളിയാക്കുന്നതല്ലേ. ഓടിയപ്പോ അവനങ്ങനെ തോന്നിക്കാണും. വാ, നിങ്ങളും കൂടെ വാ, നമുക്ക് പോലീസിൽ പോയി പറയാം. അവര് കേക്കും. അവനിങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും ആരും വിശ്വസിക്കൂല. ഇതിപ്പോ അതിന് കയറിയതാണെന്ന് ആർക്കറിയാം? ഇതൊന്നല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന് ടൗണിലൊക്കെ വലിയ ബന്ധമാണെന്ന്. അവൻ പിന്നെ എന്തിനാ പള്ളി കയറുന്നേ? നിങ്ങൾ വേണ്ടാതിനം പറയാതെ ചെറുക്കനെ പോയി കൊണ്ടുവരാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്കും സാവിത്രി. കരയാതെ കുഞ്ഞോളെ. സാവിത്രി, നീ അവളെ കൂടെ കരയിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ചേരം അകത്ത് കിടക്കട്ടാണല്ലോ ഏട്ടാ. നമ്മളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചന്ദ്രൻ ഇത്രക്ക് ബുദ്ധി വെച്ചോ? വാവ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി? വെറുതെ ഒന്നുമില്ലല്ലോ, പള്ളി ചെന്ന് കയറിയിട്ടല്ലേ. നമ്മളാരും പറഞ്ഞിട്ടാണോ പള്ളി ചെന്ന് കയറിയത്? അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പോൾ ആരെങ്കിലും പള്ളി ചെന്ന് കയറുമോ? ഇനി ഞാൻ ആരും ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാർ കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ? അത്ര അവരും ചെയ്തോളൂ. ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തകർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതെ, വാവ രാവിലെ ഓടാൻ പോയപ്പോൾ പറ്റിയതല്ലേ. ഇങ്ങനെ മുൻവൈരാഗ്യം വെച്ച് കളിക്കരുത്. അല്ലേ തന്നെ അവന് ചന്ദ്രനെ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇനി നമ്മുടെ ആവശ്യം വരുന്നു. ആ, ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവം ഉണ്ട്. രാവിലെ എണിച്ചൊരു നടക്കാൻ പോക്കും പള്ളിയിലെടുക്കത്ത് പോരും, രണ്ടിന് പോക്കും. എന്റെ നല്ലതായിട്ട് എനക്കൊന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളാരും അറിയാതെ മോളിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തായിരിക്കും ഇത്. അതിനെന്ത് ചെയ്യുന്നതാണ്? കക്കൂസിക്കാർ സഹായിച്ചാനോ? അതിന് മോളിൽ നിന്ന് ഓർഡർ വേണോ? നിന്നെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ? പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? മൂലക്കുരുവിൻ്റെ ഒന്നും ഉണ്ടായിരുന്നല്ല. നല്ലേട്ടാ, ചേട്ടനും അവയുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനാണ്. എന്നാ നീ പോയി വേറെ വഴി നോക്കടാ. തോന്നിയ ദിവസം കാണിച്ചിട്ട് മറ്റോടത്തിലെ വർത്തനം പറഞ്ഞുകൊണ്ട് നല്ലേട്ടൻ നിന്റെ കീഴെ വിട്ടുകാരാണ്. നീ പറയാൻ ഇറക്കി കൊണ്ടുവരാൻ. അവൻ കുറച്ചുകൂടെ കിടക്കട്ടെ. അതെ, നമ്മുടെ ഇടയിൽ ഒരു ബഹളം വേണ്ട. ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. അവൻ ചെയ്തത് പലതും ശരിയുമല്ല. രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു, അവൻ്റെ അച്ഛൻ. നമുക്കെല്ലാം നോക്കണ്ടേ? മാത്രമല്ല, വാവ ഇപ്പം അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കേടുവാണ്. വാവയെ അവർ പിടിച്ചകത്താക്കി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവനെ ഇറക്കിയേ പറ്റൂ. മാത്രമല്ല, വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണ് വേണം. ചന്ദ്ര, ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ജയ് ഭാരത്. ആ, നാളിനായിരുന്നോ? അകത്ത് നിന്നപ്പോ വർത്തമാനം കേട്ടു. എന്താ സംഭവം? ഒന്നുമില്ല തിരുവേനി, കാലമൊക്കെ മാറിയവരല്ലേ, എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണമല്ലോ. നല്ല കഥയായി. നിങ്ങൾ ഭഗവാനെ നോക്കുവോ അതോ ഭഗവാൻ നിങ്ങളെ നോക്കുവോ? നേരം കുറച്ചായില്ല തിരുമേനി. കുട്ടികളൊക്കെ തിരുമേനിയും കാത്ത് വീട്ടിലിരിപ്പായി. തിരുമേനി കേട്ടോ, മഴ വരുന്നുണ്ട്. വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ തിരുവേനി. ഈ പുറത്തെ താക്കോല് ഉണ്ണിപ്പിള്ളയുടെ ഉണ്ട്. അതെ, ഉണ്ണിപ്പിള്ളയുടെ നിന്ന് താക്കോല് മേടിച്ചിട്ട് കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം. എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എനിക്ക് ചിലരത്ര വിശ്വാസം പോലെ. കയറിക്കോ.
പോട്ടെ. ആ നടക്കേ വാ. കേറി വേണം. അതെ ആ സാധനം വല്ല ഇരിപ്പുണ്ടാ? എന്ത്? രണ്ടെണ്ണം അടിക്കാണ്ട് ശരിയാവില്ല. പിന്നെ അമ്പലത്തിന്റെ അതല്ല സാധനം. ഇവിടെ നടക്കണം. റുബീന, ആ റുബീന, ദാ വരുന്ന്. കുഞ്ഞോളുടെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചോണ്ടോ. ഏ കവലയിൽ ഒറ്റ കടയില്ല. ആ ഈ എവിടേക്കാ? കുഞ്ഞോടെ വീട്ടില് പഞ്ചാര മേടിക്കാൻ. വേണ്ട പോണ്ട. പാപ്പ ഹർത്താലാണ്, കടയൊന്നുമില്ല. വേണ്ട പോണ്ട. നിങ്ങൾക്ക് കട്ടനിടാനാ? പഞ്ചാരയില്ല ചായ കുടിക്കാം. അങ്ങോട്ട് പോണ്ട, അത് ശരിയാവില്ല. അതെന്താ? നിനക്കറിയാൻ പാടില്ലേ, പോണ്ട. പ്ലീസ് കട അടച്ചിട്ടില്ല, അടുപ്പിക്കട്ടെ. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, മുജീബ് വരട്ടെ. ഓഫ്, ഒരാഴ്ചയായി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട്. ഇനി മതിയാക്കായത്. എടാ, ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തൻ കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യടാ ദേവാ. ചേട്ടൻ പറഞ്ഞാൽ ശരി, ഒരു പോസ്റ്റ് ഇട്. അപ്പൊ അവനൊരു മൂപ്പ് കൂടും. ഉടനെ തന്നെ ഞാൻ കയറി തന്ത കുളിച്ചോളാം. എടാ ചന്ദ്ര, നീ ഇല്ലടാ ഗ്രൂപ്പില്? ഉടനെ തന്നെ നീയും വിളിച്ചോണം കേട്ടോ തന്തക്ക്. അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും. നീ ഒന്ന് ചുമ്മാരി. ഇവിടെ ഒരുത്തൻ എന്നോട് ഭയങ്കര സ്നേഹം. ഏത് ഗ്രൂപ്പിൽ? മാതാജി ഗ്രൂപ്പിൽ കണ്ടോ? ഫുക്ക് യുവർ മോദർ ബസ്റ്റാർഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഞാനും കൊടുത്തൊരു ലൈക്ക്. എടാ മണ്ട, അവൻ നിന്റെ തള്ളക്ക് വിളിച്ചാണ്. എന്റെ ചന്ദ്ര, എന്താ അത്? ഇത് കുഴപ്പാവൂട്ടോ. എടാ, ഇത് ബോംബാന്ന് തോന്നുന്നു. എടാ, നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇതാണോ ബോംബ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അത് തന്നെ കേട്ടാ. പല ടൈപ്പ് സാധനം ഉണ്ട് ഇത്. ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള്? അതെ, കുറച്ച് ഇറങ്ങി നോട്ടാ നിങ്ങൾ. ചിലപ്പോൾ പൊട്ടിത്തെറിക്കൂ. ആ ഹലോ, ബോംബോ? എന്തൊരുപാടത്. നിനക്ക് ആ റോയിൽ നിന്ന് മേടിച്ചാ പോരെന്നാ? റോയിൽ തന്നെ മേടിച്ച. പിന്നെന്തോ രുചിക്കുറവും ഒടുക്കത്തരും. നീ അടുത്ത് പോയി കുടിച്ചേ. വണ്ടി വരുന്നത് വിട്ടോളാ. മാറിയല്ലേ? ആരടാ ബോംബുണ്ടോ? അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ, അതാണ്. സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ. അല്ല സാറേ, ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോഞ്ഞു. നശിപ്പിച്ച് അടങ്ങുമല്ലേ? എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത്? കണ്ടല്ലോ എല്ലാരും. പോ, മാറി പോ, അങ്ങോട്ട് മാറിക്ക്. എല്ലാരും വീട്ടിൽ പോ. സമാധാനമല്ല.